ഈ ധന്യമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ഹമീദ് ചേന്നമംഗലൂർ, അഡ്വക്കേറ്റ് സജി നാരായൺ, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അധ്യക്ഷൻ ജോസഫ് തോമസ്, മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ഒരു പരിപാടി എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു നിയോഗമായി ഞാൻ കരുതുകയാണ്. 30-40 മിനിറ്റിനുള്ളിൽ, കാരണം വിശദമായി പറയേണ്ടത് ഞാനാണ്, പിന്നെ അമീർ സാറ് വിശദമായി പറയും. അങ്ങനെ 2 പേരെ സംഘാടകർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിയോഗമെന്ന് ഞാൻ പറയാൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടന എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ജനങ്ങളുടെ പരമാധികാരത്തിലാണ്. അതിലേക്ക് വിശദമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു ചർച്ച ഈ പുസ്തകത്തെ പറ്റി വെക്കാൻ വിജിൽ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം. കാരണം ഇത് സംബന്ധിച്ച് മലയാളത്തിലുള്ള പുസ്തകം ഇന്ന് രാവിലെ കണ്ണൂരിൽ വെച്ച് ടി പത്മനാഭൻ അവറുകളാണ് നിർവഹിച്ചത്. ഏറ്റുവാങ്ങിയത് കേരള ഹൈക്കോടതിയിലെ അടുത്ത കാലത്ത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജ്യോതീന്ദ്രനാഥായിരുന്നു. അപ്പോൾ അവിടെ പപ്പേട്ടൻ പോലും ഇത് അച്ചടക്കത്തിൻ്റെ കാലമായിരുന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച വന്ധ്യവയോധികനായ അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ടുകൂടി വന്നതാണ്. ഞാൻ അതിനെപ്പറ്റി അവിടെ പരാമർശിച്ചില്ല. ഞാൻ നിയോഗമെന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ അദ്ദേഹം ഫ്രാക്ചറോടുകൂടി കാലോടുകൂടി കണ്ണൂർ ജയിലിൽ കിടന്ന, പിന്നീട് മിസാ തടവുകാരനായി തിരിച്ചു വന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒരുപക്ഷെ പുറംലോകം അറിയാനിടയായത് എൻ്റെ പുസ്തകത്തിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. 2017 ആ പുസ്തകം പുറത്തിറക്കുമ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ എൻ്റെ ജനാധിപത്യ വിശ്വാസത്തിൽ എല്ലാവർക്കും അവസരം കൊടുക്കണം, എല്ലാവർക്കും പറയാനുള്ളത് പറയണം. അടിയന്തരാവസ്ഥയെ പറ്റി ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പറയുന്നത് പോലും കേട്ടപ്പം അടിയന്തരാവസ്ഥ എല്ലാവരുടെയും പങ്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചിലർ ബോധപൂർവം അതിൻ്റെ 2-3 മാസം കഴിഞ്ഞപ്പോൾ നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതിയെന്ന് തീരുമാനിച്ച പ്രസ്ഥാനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. മിസാ തടവുകാരായി കിടന്നവർ കാമരാജ നാടരെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞൊരു അന്നത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥ നടപ്പാക്കിയ ആളുകളുടെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്താവായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ ലോക സംഘർഷ സമിതി നടത്തിയ 3 മാസത്തെ സമരം, അതിൻ്റെ 3-ാം മാസത്തിൻ്റെ അവസാന ദിവസം 76 ജനുവരി 25 ആയിരുന്നു. അന്നത്തെ സമരത്തെ നയിക്കാൻ 3 ബാച്ച് ഉണ്ടായിരുന്നു. ഒന്നിച്ച് 3 കൂടി ചേർന്ന് പാളയത്തുനിന്ന് പോകേണ്ടതാണ്. അന്ന് പ്രഥമ വർഷ നിയമവിദ്യാർത്ഥിയായ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട എൻ്റെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ സമരം ഈ അളകാപുരിയുടെ മുമ്പിൽ ആരംഭിക്കേണ്ടതായിരുന്നു. 22 പേരന്ന് സമരത്തിൽ പങ്കെടുത്ത്, സമരത്തിൽ പോയാൽ മിനിമം 3 മാസം ശിക്ഷ, അടി, ഒരുപാട് ദുരിതങ്ങളുണ്ടാവും, വിദ്യാഭ്യാസം താറുമാറാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ സമരത്തിന് 6 പേര് മാത്രമാണ് ഇവിടെ നിന്ന് പോകാനുണ്ടായിരുന്നത്. പക്ഷെ മറ്റെല്ലാവരും കൂടെ ചെന്ന് 100ഓളം ആളുകൾ കിച്ചൺ കോർണറിൽ വെച്ചിട്ട് അവിടുന്ന് അതിനിടയിൽ 2 റൗണ്ട് പോകാൻ സാധിച്ചു. അത്രയും എന്തുകൊണ്ടോ എൻ്റെ എനിക്ക് കിട്ടിയൊരു ദൈവ ഭാഗ്യമായി കരുതുന്നു. ഞാൻ വിദ്യാഭ്യാസം പോകുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പോയത്. കാരണം 15 ദിവസം കൂടുതൽ കോളേജിൽ നിന്നും ശിക്ഷിക്കപ്പെടുന്ന ഒരാളിന് പിന്നെ തുടരാൻ അവകാശമില്ല. പക്ഷെ അന്ന് ഈ 25 എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം റിപ്പബ്ലിക് ദിനമാണ്. മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി ഒരു ഭാഗ്യമോ ദുർഭാഗ്യമോ എനിക്കറിയില്ല,
ആരെയാണോ അടിയന്തരാവസ്ഥയിൽ ജയിലിലടയ്ക്കേണ്ടെന്ന് കരുതി ജയിലിൽ കൊണ്ടിട്ട ഒരാൾ, ആ തടവുകാരൻ ജയിൽ മന്ത്രിയായി കേരളത്തിലെത്തുകയും കേരളത്തിലെ ജയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും അദ്ദേഹം 25-ാം തീയതി പിറ്റേ ദിവസം റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്താൻ അദ്ദേഹമാണ് വരേണ്ടത്, തലേദിവസം എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ ബാച്ചിനെ മാത്രം അന്ന് കോടതിയിൽ ഹാജരാക്കി ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനിതിൽ പറയാൻ കാരണം, അങ്ങനെയുള്ള 3 മാസക്കാലത്തെ സമരം മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സത്യം ക്രൂരമായി തമസ്കരിക്കപ്പെടുകയാണ്. 4ഓളം മാസികകൾ, വാരികകൾ, ആനുകാലികങ്ങളിൽ അടിയന്തരാവസ്ഥയെപ്പറ്റിയുള്ള 4-5 ലേഖനങ്ങളുള്ള തലവാചകമുള്ളത് വന്നപ്പോൾ ലോകസംഘർഷ സമിതിയെപ്പറ്റിയോ അതിന് പിന്നിലെ മാസ്മരശക്തി പോലെ ഉരുക്ക് അതിൻ്റെ പിന്നിലെ നട്ടെല്ലായി പ്രവർത്തിച്ച നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം ഞങ്ങളെല്ലാം ഉൾക്കൊണ്ടിരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെപ്പറ്റി ഒരു വാക്കുപോലും എവിടെയും പറഞ്ഞില്ല. എന്നെ വേദനിപ്പിച്ചു. കാരണം സത്യമാണ് ഈശ്വരൻ. വാർത്തകൾ സത്യസന്ധതയോട് കുറച്ചെങ്കിലുമൊക്കെ നീതി പുലർത്തണം എന്ന സങ്കല്പത്തിനേറ്റ തിരിച്ചടിയായി കണ്ടു. ഒരു വീക്കിലിയുടെ ആളിനെ ഞാൻ വിളിച്ചു, എൻ്റെ പഴയ സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, ഞാൻ വായിച്ചു, ഏതാണ്ട് 27 പേജുകളിൽ താങ്കളുടെ വാരികയിൽ ഇതൊക്കെ വന്നപ്പോൾ കേരളത്തിൽ അങ്ങനെ തീരുമാനമെടുത്ത് ഈ നിയമം മാറണം, അതിനുവേണ്ടി ഞങ്ങൾ അറസ്റ്റ് വരിക്കും, ഗാന്ധിയൻ മോഡൽ സമരം നടത്തും. ആ സമരം പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ലോകസംഘർഷ സമിതിയല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ പേര് പറയുന്നില്ല, അവൻ ഇതിനൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു അദ്ദേഹത്തോട്. മിസ്റ്റർ സോ, അന്ന് നിരോധിക്കപ്പെട്ട താങ്കളുടെ സംഘടനയിൽ നിന്നും 6 പേരെ പിടിച്ചു കൊണ്ടുപോയി വിസ തടവുകാരാകുന്ന ഘട്ടമായപ്പോൾ അത് ഞങ്ങൾ ഒന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കില്ല എന്ന് എഴുതി കൊടുത്ത് പിന്നീടുള്ള കാലം ഒന്നും പ്രവർത്തിക്കാതെ മുന്നോട്ട് പോയ കാലഘട്ടം അങ്ങേക്ക് ഓർമ്മയില്ലേ? അതിനെന്താ ഒരു മറുപടി എന്നോട് പറഞ്ഞു. ഞാനിവിടെ വെച്ചത് സ്വകാര്യ സംഭാഷണമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ആരാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇതിനെതിരായി വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി മുന്നോട്ട് വന്നെന്നുള്ള ചോദ്യം 50 കൊല്ലത്തിന് ശേഷമെങ്കിലും 50-ാം കൊല്ലത്തിലെത്തുമ്പോഴെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. 50 കൊല്ലമാകുമ്പോഴും ഇന്നും പുതിയ തലമുറയിൽ ആർക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 3 ദിവസം മുമ്പ് ഞാൻ കണ്ടു. ഞാൻ ഇതിനൊന്നും പ്രതികരിക്കേണ്ട ആളല്ല, ഒരു ഗവർണർ പാടില്ലാത്ത. പക്ഷെ സത്യം നഗ്നമായി ഇങ്ങനെ കുടിച്ചു മൂടപ്പെടുമ്പോൾ അതോട് പ്രതികരിക്കാതിരിക്കുന്നതും ഒരു പൗരനെന്ന നിലയിൽ വളരെ വിഷമകരമായ അന്തരീക്ഷമാണ്. അത് പാടില്ലാത്തതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കൽപ്പന അതാണ്. അനീതിക്കെതിരായി ശബ്ദിക്കേണ്ടി വരുമ്പോൾ മൗനം പാലിക്കാൻ പാടില്ല. 4 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനം ഞാൻ വിചാരിച്ചൊരു പക്ഷേ പിറ്റേ ദിവസം ഇലക്ഷൻ നടക്കുന്നു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്നാണ് ഞാൻ ഗോവയിൽ ഇരുന്നു കൊണ്ടത് കണ്ടപ്പോൾ തോന്നിയത്. അതിനുശേഷവും അതേ ഇഷ്യൂ ഉയർത്തിപ്പിടിക്കുന്ന ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തിൻ്റെയൊക്കെയോ തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് ദൗർഭാഗ്യകരമാണ്. ജനങ്ങളെ സത്യം പഠിപ്പിക്കേണ്ട ആളുകൾ സത്യത്തിന് നേരെ എതിരായി പ്രവർത്തിക്കുന്ന ദൗർഭാഗ്യകരമാണ്. മഹാനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു 52-ൽ വോട്ടവകാശം എല്ലാവർക്കും കിട്ടിയപ്പോൾ 58% ആളുകൾ വോട്ട് ചെയ്യാൻ, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പേരെഴുതാൻ അറിയില്ല, മറ്റാൾ എഴുതിയാൽ വായിക്കാൻ സാധിക്കില്ല. എങ്ങനെ അപ്പം പൗരബോധം ഉണ്ടാകും? എങ്ങനെ വിധികർത്താക്കളാക്കും ജനങ്ങൾ ബാലറ്റിലൂടെ എന്ന ചോദ്യത്തിന് നെഹ്റുജി പറഞ്ഞ മറുപടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദ പൊളിറ്റീഷ്യൻ ആൻഡ് ദ പ്രസ് ഹാസ് ടു
എഡ്യൂക്കേറ്റ് ദ മാസ്. ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ആ പത്രസമ്മേളനം 1 മണിക്കൂർ ലൈവായി കാണിച്ച ചാനലുകാരോട് ഞാൻ പറയുന്നു, നിങ്ങളിതൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എൻ്റെ പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെപ്പറ്റി ചില കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതവിടെ പറഞ്ഞു RSS പറയുന്നവരെ ശരിയായിരിക്കാം, RSSുമായിട്ട് ബന്ധപ്പെട്ടോ ഇല്ലയോ, ഞാൻ RSS നിരോധിക്കപ്പെട്ട സംഘടനയാണ്, ഞാൻ അതിൽ നിന്ന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കേണ്ട ആളുകൾ ആരുമില്ലാതെ പോയ മൗനികളായപ്പോൾ ആ കുറ്റം മൗനകരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്കറിയില്ല ഗവർണർ എന്നുള്ളതൊക്കെ ഞാൻ മറുപടി പറയാൻ പാടുള്ള ആളാണോ. 2017 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ 34 പേജ് മുതൽ 37 വരെ വായിച്ചാൽ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി എന്താണ് നടന്നതെന്ന് അറിയാനൊരു വിഷമവുമില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് റീഡിഫ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ, അത് വലിയ സർക്കുലേഷനാണ്, അതിലൊരു 6 പേജിലൊരു സാധനം വന്നു. അണ്ടർവെയർ ഇട്ട കേരള മുഖ്യമന്ത്രിയെ കാണിച്ചുള്ള ഫോട്ടോ സഹിതം വന്നു. അതിൽ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്താണെന്നുള്ള വളരെ വ്യക്തമാണ്. ഈ പുസ്തകത്തിൽ ഒരാളല്ല, 2 ആളല്ല, 5 അല്ല, അന്നത്തെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരല്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രമുഖരായ പത്രപ്രവർത്തകരെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് മാതൃഭൂമി ഉൾപ്പെടെ വീക്ഷണം ഉൾപ്പെടെ ഒട്ടേറെ പത്രങ്ങൾ വന്നത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വായിക്കേണ്ടവർ വായിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സമൂഹത്തെ അപബോധത്തിൽ എത്തിക്കേണ്ടവർ എത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതിലൊന്നാമത്തെ ഒരു ലേഖനമാണ് 77 മാർച്ച് 30 പിണറായി വിജയൻ MLA സംസ്ഥാന നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം. അടുത്ത ലേഖനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രി K. കരുണാകരനാണ്. പശ്ചാത്താപം ഒട്ടുമേ ഇല്ല എന്നതാണ് ആ ലേഖനത്തിൻ്റെ അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ ലേഖനം ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അന്ന് AICCയുടെ സമ്മേളനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഗോഹട്ടിയിൽ AKN നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ പോലും കൊടുക്കാൻ ധൈര്യമില്ല, ഒരാളും ചെയ്യാത്തത് ചെറിയാൻ ഫിലിപ്പിനോട്. അന്ന് അദ്ദേഹമാണ് റിപ്പോർട്ടറായിട്ട് 22 വയസ്സുകാരനായ ചെറിയാൻ ഫിലിപ്പ് പോയി. ആ ചെറിയാൻ ഫിലിപ്പ് അവിടെ എനിക്ക് അഭിമാനം തോന്നുന്നു, മലയാളിയായ ഒരാൾ തെറ്റാണ്, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതായിട്ടാണ്. കഴിഞ്ഞ ദിവസം പഴയ KPCC പ്രസിഡന്റ് മരിച്ച സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അനിനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കൊത്തിപ്പൊക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിരിച്ചതല്ലാതെ അദ്ദേഹത്തിനൊന്നും പറയാൻ ആ സമയത്ത് തോന്നിയിരുന്നില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ ഉച്ചകോടിയിൽ അങ്ങനെ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു അധ്യായമായി പുതിയതായി കൂട്ടിച്ചേർത്തിട്ടുള്ളത് കേരളത്തിലെ ആത്മീയ നേതൃനിരകളോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കൂരിരുട്ട് വ്യാപിച്ചപ്പോൾ ഒട്ടേറെ മഠങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾക്കെല്ലാം പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. രഹസ്യമായത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരസ്യമായി പറഞ്ഞ തിരുവല്ലയിലെ മാർത്തോമാ സഭ, അത് ഞാൻ LK അദ്വാനി ഒരിക്കലും അവിടെ പോകാനുണ്ടായ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സഭ. പിന്നെ ഞാൻ അതിനെപ്പറ്റി അവിടുത്തെ റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് കൊടുത്തൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? തിരുവല്ലയിലെ മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയി. ഡോക്ടർ MM തോമസ്, പിന്നീട് അദ്ദേഹം മൊറാർജി മന്ത്രിസഭ വന്നപ്പം ഗവർണറായ ആളാണ്. ഇവർ രണ്ടുപേരും കൂടെ പോയി കണ്ടു. അപ്പം ഞങ്ങൾ നെഹ്റുജിയെ മാനിക്കുന്നു, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അടിയന്തരാവസ്ഥ ആ ഭാഗത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അതിനോടൊന്നും എതിർപ്പില്ല. പക്ഷെ മനുഷ്യൻ്റെ സത്തസ്വാതന്ത്ര്യം
പത്രപ്രവർത്തനം പാടില്ല, ഫണ്ടമെന്റൽ റൈറ്റ്, ജീവിക്കാനുള്ള അവകാശം, ഒരു പോലീസുകാരൻ കവർന്നെടുത്താൽ, അധികാരി കവർന്നെടുത്താൽ കോടതിയിൽ പോകാൻ അവകാശമില്ല. സ്വാതന്ത്ര്യങ്ങളിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എല്ലാം ഇല്ലാതാക്കിയ കാലഘട്ടം. ഇത് ശരിയല്ല, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവരൊന്നും മറുപടി പറഞ്ഞില്ല. അവരെഴുതിയിട്ടുണ്ട്. ഞാൻ അവരുടെ പള്ളിയിലെ അവരുടെ ആസ്ഥാനത്ത് പോയിട്ട് രേഖകളെല്ലാം ഞാൻ പരിശോധിച്ചതാണ്. ക്രൂരതയായില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെൻട്രൽ പോലീസ് അവിടെ എത്തി. അതിനിടയിൽ അദ്ദേഹം പരസ്യമായി ഇത് സഭയിലെ ആൾക്കാരോട് പറയുകയും തിരുവല്ലയിലെ പൊതുയോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് സെൻട്രൽ പോലീസ് വന്നു. നിർഭയമായി അന്നത്തെ ആ സഭാതലവൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? എനിക്കതിനൊരു പ്രശ്നവുമില്ല. ഈ സഭയുടെ ഈ ആസ്ഥാനത്ത് കഴിഞ്ഞാലും ജയിലിൽ കിടന്നാലും രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് ജയിലിൽ ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ പിൻവലിക്കില്ല. പിന്നെ അച്യുതമേനോനൊക്കെ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി, കർണാടകം എല്ലാം കൂടെ ഇടപെട്ട് ആ കേസ് ഈ സധൈര്യം ഇതെല്ലാം ചെയ്തൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. AKG എങ്ങനെയാ മരിച്ചത്? ചെറിയാൻ വലിപ്പൻ്റെ കാൽ നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ അടിയന്തരാസഭയ്ക്ക് ഞാൻ ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡൻ്റാണ്. കുഞ്ഞിരാമ പുതുവാളിൻ്റെ വീട് നമ്മുടെ ചാലപ്പുറത്താണ്, ആ ട്രെയിനിങ് കോർണറിലാണ്. അവിടെ അദ്ദേഹം അത്ര സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ കിടന്ന് AK ഗോപാലൻ ടൗൺ ഹാളിലേക്ക് വന്ന ആദ്യ ദിവസം നടത്തിയ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയി. ഇന്ത്യയിൽ ഒരു പെൺ ഹിറ്റ്ലർ പിറന്നിരിക്കുന്നു, രക്ഷയില്ല, തലമുറകൾ മുഴുവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ജീവൻ മരണ സമരം നടത്തി, പോരാട്ടം നടത്തി, നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഞാൻ ചിലപ്പോൾ അതൊക്കെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഇവിടെ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അതേ ഞാൻ കേട്ടു 77 അതേ മിശ്രമം എടുക്കുന്ന സ്ഥലത്ത് ആ വീടിന് മുമ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ KP സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചലപ്പുറം കോൺഗ്രസിൻ്റെ ആ പേരുള്ള കുഞ്ഞിരാമ പൊതുവാളിൻ്റെ വീടുകൾ പത്രങ്ങളിൽ പല ആളുകളും പറഞ്ഞതാണ്. കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകുന്നില്ല. ഇതൊക്കെ ജനാധിപത്യമാണ്. വിജയമതെ ജനാധിപത്യമാണ്. ഞങ്ങളാരും അങ്ങനൊന്നും വിളിച്ചിട്ടില്ല. എത്ര എതിരുള്ളവരെ ആയാലും വിളിക്കാറില്ല. അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ കണ്ണൂർ ജില്ലയിൽ പോയി. അപ്പോഴന്ന് മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പെർലശ്ശേരി ഗ്രാമത്തിലെത്തിയപ്പം വേറൊരു കോളാമ്പി പോലൊരു സാധനമുണ്ട് ഇങ്ങനെ പുറത്ത് പറഞ്ഞ്. അതിലൂടെ AK ഗോപാലൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് പോലീസുകാരൻ വന്നിട്ട് കൈതട്ടി അത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എടാ, എൻ്റെ ഗ്രാമത്തിൽ നീ വന്ന് എന്നെ ഭരിക്കാൻ വരുന്നോ? സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങോട്ട് ചാടി. അങ്ങനെ ചാടി വീണപ്പോഴാണ് AK ഗോപാലൻ കൊളാപ്സ്ഡായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല. ഇതൊക്കെ ആർക്കറിയാം? ആര് പഠിക്കുന്നു? അന്നത്തെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കരുത്തുള്ള പാർട്ടി, സ്ട്രോങ്, ആ കരുത്തുള്ള പാർട്ടിയുടെ യുവാവായ MLA പിടിച്ചു കൊണ്ടുപോയി അടിച്ച് ഫ്രാക്ചറുമായി കൊണ്ട് തള്ളിയിട്ടപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ അണ്ടർവെയർ മാത്രം ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും എല്ലാമായിട്ട്, ഇപ്പോൾ ഫോട്ടോ അല്ല, അത് ഇല്ലസ്ട്രേഷനാണ്. വരുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ആരെയും കുറ്റപ്പെടുത്താനല്ല, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാനത് ബഹുമാനിക്കുന്ന ആളാണ്, ഞാൻ എതിർക്കുന്ന ആളല്ല. ഗവർണർക്ക് രാഷ്ട്രീയമില്ല, കൊണ്ട് എനിക്ക് എതിർക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും. പക്ഷേ എന്തേ അദ്ദേഹത്തിൻ്റെ ആ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്
ഒരു MLA കൊണ്ടുപോയി പരസ്യമായി ഒരു ലോക്കപ്പിലിട്ട ശേഷം അടിച്ച് കാല് പൊട്ടിച്ച് ഫ്രാക്ചറുമായി ചെന്നപ്പോൾ അദ്ദേഹത്തിന് കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യേണ്ടി വന്നു. ഏതെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഒരാൾ അതിൽ പ്രതിഷേധിച്ചോ? ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, അന്നത്തെ പ്രതിപക്ഷ നേതാവ് EMS ആണ്. ലോകസഭയിലെ നേതാവ് AK ഗോപാലനാണ്. ആരെങ്കിലും ഒരാൾ ഒരു വോക്കൗട്ട് നിയമസഭ പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല, രേഖകൾ പരിശോധിച്ചോളൂ, പ്രൊട്ടസ്റ്റ് നടത്തിയോ? വൈ നോട്ട്? ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ നിയമസഭയിലെ പ്രസംഗം, ആ നിയമസഭാ പ്രസംഗം നടത്തിയത് 1977 മാർച്ച് മാസം 24-ാം തീയതി ഇന്ത്യയിൽ ജനവിധി ഉണ്ടായപ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ചുമതലയേറ്റ് 6-ാം ദിവസം 30/3 അദ്ദേഹം നടത്തിയ നിയമസഭാ പ്രസംഗത്തിലാണ് അദ്ദേഹം എന്തൊക്കെ ചെയ്തു അദ്ദേഹത്തെ ആദ്യമായി പുറലോകം അറിയുന്നത്. കുരുക്ഷേത്ര എന്ന് പറയുന്ന അന്നത്തെ അണ്ടർഗ്രൗണ്ട് പത്രത്തിൽ ചെറിയൊരു വാർത്തയാണ് വന്നിരുന്നു. ജനാർദ്ദനൊക്കെ മിസ്സാത്തടവേറായി കിടക്കുന്ന കാലമാണ്. ഞാൻ ഈ കോഴിക്കോട്ട് പുതിയ ആളായിരുന്നുകൊണ്ടും 5-6 മാസമായതുകൊണ്ട് എന്നെ ആർക്കും അറിയില്ല എന്നുള്ളതുകൊണ്ട് അന്നത്തെ ചില ചുമതലകൾ അണ്ടർഗ്രൗണ്ടിൽ എനിക്ക് ഈസിയായിരുന്നു. ഞാൻ പോകുമ്പോൾ എന്നെ ആർക്കും അറിയില്ലല്ലോ, ഫസ്റ്റ് ഇയർ ലോ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്താത്ത ചരിത്രത്തിൻ്റെ ദുരന്ത കഥാപാത്രങ്ങളെ നമ്മൾ മാറുകയാണ്. പുതിയ തലമുറയ്ക്ക് ആർക്കറിയാം ഇതിനെപ്പറ്റി? പുതിയ പത്രപ്രവർത്തകർക്ക് എത്ര പേർക്കറിയാം? അപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന കേട്ടിട്ട് അവർ പോവും. അവർക്ക് അതിനെപ്പറ്റി പ്രാഥമിക നോളജ് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇടുത്തി പോലെ നിബന്ധിച്ച ഒന്ന്. ജവഹർലാൽ നെഹ്റു ജനാധിപത്യവാദിയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി എന്ന ചെറുപ്പക്കാരൻ ആദ്യമായി ലോകസഭയിൽ എത്തിയപ്പോൾ പരിചയസമ്പന്നനല്ല. നെഹ്റുജിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രസംഗം അദ്ദേഹത്തിനെതിരായിട്ട്, അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യത്തിൽ നെഹ്റുജി പോലും അന്തം വിട്ടുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നെഹ്റുജി ചെയ്തത്, അന്നത്തെ സഭ അവസാനിക്കുമ്പോൾ ആ വാജ്പേയി എന്ന യുവാവിനെ ആ യുവാവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുക ഉണ്ടായത്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം. പക്ഷേ ജനാധിപത്യത്തിൽ നിന്നും AKG ഉപയോഗിച്ച വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ആ സംഭവമാണ് അടിയന്തരാവസ്ഥ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് തുടങ്ങിയത് എപ്പോഴാണ്? മൊറാലിറ്റി ഇൻ പൊളിറ്റിക്സ്. ഈ മൊറാലിറ്റി ഇൻ പൊളിറ്റിക്സ് ആണ് ഒരു രാജനൈതിക രംഗത്തിൻ്റെ മർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൾക്കൂട്ടമല്ല, 10,000-കണക്കുള്ള ജനക്കൂട്ടമല്ല പലപ്പോഴും യഥാർത്ഥത്തിൽ ലോകത്തുണ്ടായ വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവമായാലും റഷ്യ ആയാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായാലും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? അന്നത്തെ പോപ്പുലേഷൻ്റെ 5% വരില്ല. പക്ഷെ ദേ ആർ ചേഞ്ചിങ് ദ സൊസൈറ്റി. സമൂഹത്തെ മാറ്റുന്നത് അവരാണ്. അവരുടെ യാതനകളാണ് സ്വാതന്ത്ര്യ സമരത്തിന് തീച്ചുള്ള ചാടിയത് കൊണ്ടാണ് ബാക്കി 95-96% വരുന്ന ആളുകളും അവരുടെ പിൻഗാമികളായ നമ്മളുമൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാൻ ഇടവരുത്തിയത്. ആ 4% ക്രിയേറ്റീവ് മൈനോറിറ്റി ഇൻ എ സൊസൈറ്റി, സർഗാത്മകതയുള്ള സമർപ്പണബോധമുള്ള ആളുകൾ, അവരുടെ എണ്ണം എല്ലാ പ്രസ്ഥാനങ്ങളിലും കുറഞ്ഞു വരുന്നു എന്നുള്ളതിൽ ദുഃഖിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എവിടെയാണ് മൊറാലിറ്റി? നെഹ്റുജിയൊക്കെ മൊറാലിറ്റി, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും മൊറാലിറ്റിയെ ലംഘിക്കാത്ത, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ലംഘിക്കാത്ത വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ധർമാധിഷ്ഠമായി പോയ ചരിത്രമുള്ള ഒരു രാജ്യത്ത് അതിന് ലംഘനം വന്നത് എപ്പോഴെന്ന് ചോദിക്കുക. ഇതൊക്കെ പറയാൻ വലിയ ദീർഘമായ പ്രസംഗം വേണ്ടി വരും. എനിക്കതിന് സമയമില്ല. എനിക്കൊരു 40 മിനിറ്റിനുള്ളിൽ ഇത് അവസാനിപ്പിക്കണം. പിന്നെ അത് വളരെ പഠിച്ചു വന്ന് പറയുന്ന 2 ആൾക്കാർ അതിന് ശേഷമുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടോ? 1969
AICC ഒന്നടങ്കം ചർച്ച ചെയ്ത ശേഷം തീരുമാനിച്ചു, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സജീവ റെഡ്ഡിയാണ്. നോമിനേഷനിൽ അന്നത്തെ AICCയുടെ ഉന്നതമായിരുന്ന പ്രധാനമന്ത്രി പ്രൊപ്പോസറിൻ്റെ നോമിനേഷൻ പേപ്പർ നിർദ്ദേശിച്ചവരാണ്. ആ നിർദ്ദേശിച്ച ആൾ തന്നെ പ്രൊപ്പോസർ, ശരിക്കും മലയാളം ഭാഷയുണ്ട്, ഞാൻ പറയുന്നില്ല. ഇലക്ഷൻ്റെ തലേ ദിവസം പ്രതിപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റായ VV ഗിരിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തപ്പോൾ തകർന്നു വീണത് അധാർമികതയുടെ ഉച്ചാവസ്ഥയിലേക്കുള്ള പ്രയാണമായിരുന്നു. രാഷ്ട്രീയത്തിൽ എന്ത് വാങ്ങാമെന്ന നിലയിലേക്ക് പിന്നെ കാര്യങ്ങളെത്തി. ഞാൻ ചുരുക്കുന്നു. 75 എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടി വീണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിനുശേഷമുള്ള നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്നിപ്പം ഒരു ഭരണാധിപനും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ബേസിക് സ്ട്രക്ചർ, ശിവൻ മഠത്തിലോട്ട് ഇരിക്കുന്നത് നല്ല അഭിഭാഷകനാണ്. ബേസിക് സ്ട്രക്ചർ ഉള്ളിടത്തോളം കാലം അടിസ്ഥാനപരമായ അവകാശം ജനങ്ങൾക്ക് നിഷേധിക്കാൻ പാർലമെന്റിന് അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യമെത്തത് 73-ലാണെന്ന് എൻ്റെ ഓർമ്മ. അല്ലേ? 73-ലാണ്. കാസർഗോട്ടുകാരനായ ഒരാളായിരുന്നതിൽ, ഒരു സ്വാമിയായിരുന്നതിൽ. അതിൻ്റെ വിധി പറയുന്നതിന് മുമ്പ് നിങ്ങൾ പാർലമെന്റ് രേഖകൾ പരിശോധിച്ചോളൂ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം, ഗവർണർ റിട്ടയർമെൻറ്റ് ഏതാണ്ട് എൻ്റെ കാലം കഴിഞ്ഞ ആളാണ്. കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പോകുന്ന പുസ്തകം അതിനെക്കുറിച്ചായിരിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി വേണം എന്ന് ഭരണകൂടം ആവശ്യപ്പെട്ട 72 ഞാൻ മറക്കുന്നില്ല. കുമരമംഗലം, പിന്നെ BJP മന്ത്രിസഭ വന്ന ആളുടെ അച്ഛൻ കുമരമംഗലം ആവശ്യപ്പെട്ടു, വി വാണ്ട് എ കമ്മിറ്റഡ് ജുഡീഷ്യറി ഫോർ ദി പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. ജനക്ഷേമത്തിന് കമ്മിറ്റഡ് ജുഡീഷ്യറി വേണം, നിഷ്പക്ഷത വേണ്ട എന്ന് പറഞ്ഞത്. ബൽറാം ഭഗത്തിനെ ഞാൻ ഓർക്കുന്നു. സ്പീക്കർ അത് ചോദിച്ച ചോദ്യമുണ്ട് റഷ്യയെ കണ്ടുകൊണ്ട്, എന്തിന് ഇത്രയധികം പത്രങ്ങൾ? വൈ ഡോണ്ട് വി നാഷണലൈസ് ദ പ്രസ്? അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ സഞ്ജയ് ഗാന്ധിയുടെ ഷൗട്ട് ഈസ് കോഡ്. ഒരാൾ പ്രസംഗം നടത്തിയാൽ അവർക്ക് അപ്രിയമാണെങ്കിൽ ഒരു കൂക്കിയിരുത്താനുള്ള സ്കോഡ് രൂപീകരിച്ച ചരിത്രം അതുണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. അതിന് രേഖകളില്ല. മറ്റേ രണ്ട് ഞാൻ രേഖകളുടെ സ്ഥലത്താണ്. ഈ പശ്ചാത്തലത്തിൽ ഈ ബേസിക് സ്ട്രക്ചർ വന്നാൽ നഖശിഖാന്റെ നേതൃത്വം തിട്ടൂരമിറക്കിയ അന്നത്തെ പ്രധാനമന്ത്രി, അതിനെതിരായിട്ട് വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ഹെഗ്ഡെ, ഗ്രോവർ ആൻഡ് ഷെലത്ത് 3 സീനിയർ ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മേൽ ഏൽപ്പിച്ച മാരകമായ വിപത്തിനെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടിത്തി പോലെ വീണതല്ല. ഏതായാലും എൻ്റെ 2 പുസ്തകങ്ങൾ, ഡെമോക്രസി എൻചെയിൻഡ്, നേഷൻ ഡിസ്ഗ്രേസ്ഡ്, ഡാർക്ക് ഡേയ്സ് ഓഫ് ഇന്ത്യൻ, ഇതാണ് മറ്റന്നാൾ 24-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ആന്ധ്രാപ്രദേശിലെ ഗവർണർ പുറത്തിറക്കാൻ പോകുന്ന പുസ്തകമാണ്. ഞാൻ എൻ്റെ ശ്രമം തുടരുന്നു. 2ാമത്തെ പുസ്തകം അതിനേക്കാൾ അപകടകരമാകുന്ന നമ്മളെല്ലാം മറന്നു. 80-ൽ ഷാ കമ്മീഷൻ റിപ്പോർട്ട്, ആ ഷാ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ വളരെയുള്ള നടന്ന് 48,500 പരാതികളാണ് അടിയന്തരാവസ്ഥ പറ്റി കിട്ടിയത്. അത് മുഴുവൻ അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടാണ് ഷാ കമ്മീഷൻ റിപ്പോർട്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടണം, മറ്റുള്ളവരെ തുറന്നു കാട്ടണം. 3 വോള്യങ്ങളായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പാർലമെൻറ്റ് മേശപ്പുറത്ത് വെച്ചു. ലെയ്ഡ് ബിഫോർ ദ പാർലമെൻറ്റ് എന്നാണ് നിയമത്തിൽ, അത് മതി. അങ്ങനെ കൊടുത്തതെല്ലാം 80-ൽ, ഞാൻ രാഷ്ട്രീയത്തിൻ്റെ നാനാവശങ്ങളിലേക്ക് പോകുന്നില്ല, അധികാരത്തിൽ വന്ന AKG ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം destroyed all the copies.
വേർ ഈസ് ഡെമോക്രസി? ഒരു രേഖ പാർലമെൻറ്റിൽ അംഗീകരിക്കപ്പെട്ടോ ഇല്ലോ എന്നുള്ളതല്ല. ഒരു പൊതു അന്വേഷണ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ ലെയ്ഡ് എന്നുള്ള വാക്ക വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ വന്നാൽ അത് പൊതു സ്വത്താണ്. ഏത് പൗരനും അതിൻ്റെ കോപ്പി കിട്ടാൻ, അത് പരിശോധിക്കാൻ, അതിനെ നോക്കാനുള്ള അവകാശമുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് തകർത്തിട്ട് 1980 ശേഷം ആരും അത് കണ്ടില്ലെന്ന് നടിച്ചു. ഒരു കോപ്പി പോലും കിട്ടില്ല. അപ്പോഴാണ് 88 വയസ്സുള്ള ഏറാച്ചെഴിയൻ DMK രൂപീകരിച്ച 5 പേരിലൊരാൾ, 2 സഹോദരന്മാരാണ്, ഏറാച്ചെഴിയനും നെടുഞ്ചെഴിയനും. അവർ 2 പേരുടെ പേരുകൾ ദർശനോ അങ്ങനെയുള്ള ഭാരതീയമായ പേരായിരുന്നു. പക്ഷെ തമിഴ് വികാരം കൊണ്ട് അവർ ഏറാച്ചെഴിയനുമായി നെടുഞ്ചെഴിയനുമായി. ഏറാച്ചെഴിയൻ പുസ്തകം എഴുതി 2010. എൻ്റെ മനസ്സിലൊരു കനലാണ് ഇപ്പോഴും ആ പുസ്തകം. അദ്ദേഹം പറഞ്ഞു, ഷാ കമ്മീഷൻ റിപ്പോർട്ട് ലോസ്റ്റ് ആൻഡ് റീഗെയിൻഡ് എന്ന് പറഞ്ഞാണ്. ഓസ്ട്രേലിയയിൽ ഒരു ലൈബ്രറിയിൽ പോയി 88 വയസ്സുകാരൻ, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല എഴുത്തുകാരനും ഏറ്റവും നല്ല MP-യുമായിരുന്ന ആൾ എഴുതിയ പുസ്തകം. ആ പുസ്തകത്തോടു കൂടിയാണ് എല്ലാ കോപ്പികളും നഷ്ടപ്പെട്ടു എന്ന് കണ്ടത്. വൈ ഇന്ത്യൻ സിസ്റ്റം ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത്. എൻ്റെ 2ാമത്തെ പുസ്തകം അതിനെക്കുറിച്ചാണ്. എൻ്റെ നിയമവശങ്ങളാണ്. ആ 2 പുസ്തകങ്ങളും 24-ാം തീയതി 3 ഗവർണർമാർ പങ്കെടുക്കുന്ന, ഞാൻ ഉൾപ്പെടെ 3 ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അത് പുറത്തിറങ്ങാൻ പോവുകയാണ്. എനിക്ക് നമ്മുടെ ചെറുപ്പക്കാർ, ഏത് പാർട്ടി, A പാർട്ടിയോ B പാർട്ടിയോ C പാർട്ടിയോ ആരുമാകട്ടെ, അപബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ ഭാവി ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മളെ ഇപ്പം അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം കൂടി പറയാം, അത് രാഷ്ട്രീയമാണ്. 77-ൽ 5 കൊല്ലത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പാണ്. നീട്ടി കൊണ്ടുപോയി. അവസാനം 77-ലെ തെരഞ്ഞെടുപ്പ് വന്നു. 77-ലെ തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ എൻ്റെ മാധ്യമക്കാർക്ക് സമയമില്ലാത്തവരാണ്. അവരെല്ലാം ഒന്നും നോട്ട് ചെയ്യില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളോടുൾപ്പെടെ ചോദിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന പൗരബോധമുള്ള ആർജവമുള്ള ആളുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഞാൻ അതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ നാളെ എഴുതും, ഗോവ ഗവർണർ വന്നിട്ട് പറഞ്ഞു കേരളക്കാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനെയല്ല. 77-ലെ തെരഞ്ഞെടുപ്പൊന്ന് പരിശോധിച്ചാൽ 71-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ബംഗ്ലാദേശ് യുദ്ധമെല്ലാം നടന്നപ്പോൾ ഉത്തരേന്ത്യയിലെ പശു ബെൽറ്റ് എന്ന് പറയുന്നുണ്ട്. ഈ പശു ബെൽറ്റ് 10 സംസ്ഥാനങ്ങളുടെ പേരാണ് പൊതുവെ ഉപയോഗിച്ച് വരുന്നത്. ഞാനത് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചയാളാണ്. എൻ്റെ നോട്ട് ചെയ്ത് വെച്ചയാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 235 സീറ്റുകളാണ് ഈ 10 സംസ്ഥാനങ്ങൾ. UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങൾ പശു ബെൽറ്റ്, പുച്ഛിച്ച് പറഞ്ഞ വേക്ക പശു ബെൽറ്റ്. പക്ഷേ 71-ലെ തെരഞ്ഞെടുപ്പിൽ 235-ൽ 228 സീറ്റും നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ കക്ഷിക്കായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അവർ തന്നെയാണ് പ്രധാനമന്ത്രി. പക്ഷേ 6 കൊല്ലം കഴിഞ്ഞ് 77-ലെ തെരഞ്ഞെടുപ്പിൽ ആ 235 സീറ്റുള്ളിടത്ത് എല്ലാം കൂടി UP 0, മധ്യപ്രദേശ് 1, രാജസ്ഥാൻ 0, അങ്ങനെ 0 എല്ലാം കൂടെ വന്നപ്പം ആകെ കിട്ടിയത്, അന്നത്തെ വർത്തമാന പ്രധാനമന്ത്രിക്ക് കിട്ടിയത് 2 സീറ്റുകൾ മാത്രമാണ്. ബാക്കി 232 ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എല്ലാ മനുഷ്യ അവകാശങ്ങളും നമുക്ക് തിരിച്ചു കിട്ടിയതെന്നുള്ള വസ്തുത, സംസാരിക്കാനുള്ള അവകാശം, പ്രസംഗിക്കാനുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം, ഭരണകൂടം തെറ്റ് ചെയ്താൽ കോടതി ചോദ്യം ചെയ്യാനുള്ള അവകാശം, ഈ അവകാശങ്ങളെല്ലാം തിരിച്ചു കിട്ടിയത് ആ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകളുടെ വോട്ടവകാശം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരുടെ മുമ്പിലും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്.
ഞാൻ അതിനെപ്പറ്റി പഠനം നടത്തിയ ഒരു പുസ്തകം തന്നെ അതിനകത്തിൽ ഒരു ചാപ്റ്ററായി ചേർത്തിട്ടുണ്ട്. ഗവർണറായ ശേഷം പറയുന്നതല്ല ഇതൊന്നും. അതേ സമയത്ത് കേരളം CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒന്നിച്ചൊരു മുന്നണി, മറുഭാഗത്ത് മറ്റൊരു മുന്നണി, 20 പാർലമെൻറ്റ് സീറ്റിൽ അതോ 19ഓ 20ഓ അതാ ഫുൾ സീറ്റും ഏകാധിപത്യത്തിന് അരിയിട്ട് വാഴ്ത്താനായി കൊടുത്തത് കേരളത്തിൽ നിന്നാണെന്ന് പറയേണ്ടി വരുമ്പോൾ മലയാളിയായ എൻ്റെ മനസ്സിലെ വേദന നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ്. തൊട്ടടുത്ത കർണാടക 28 സീറ്റിൽ 26ഉം ഹെഗ്ഡെയും വേറൊരാളും ജയിച്ചതൊഴിച്ചാൽ ബാക്കി 26ഉം ഏകാധിപത്യത്തിന് അരിയിട്ട് വാഴ്ത്താനായി നൽകി. തമിഴ്നാട് 39 സീറ്റ് ADMK അവരുടെ ഭാഗത്തായിരുന്നു. അവരുടെ മുന്നണിക്ക് 34 സീറ്റുകൾ കിട്ടി. 71-ലെ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റിന്റെ DMK അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നിന്നു. ജനതാ പാർട്ടിയോടൊപ്പം നിന്നതിൻ്റെ പേരിൽ 2 സീറ്റിൽ ഒതുങ്ങി. ആന്ധ്രാപ്രദേശ് 41-ൽ 39ഉം ഏകാധിപത്യത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. എൻ്റെ ചോദ്യം, ബഹുമാനപ്പെട്ട 2-3 വിശിഷ്ട വ്യക്തികളുള്ള ഒരു വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഉത്തരവാദിത്തബോർഡാണ്. അമീത് സാറായാലും ഉണ്ണികൃഷ്ണനായാലും സജി ആയാലും. സജിക്ക് പിന്നെ BMSൻ്റെ പഴയ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഒരു പക്ഷമുള്ള ആളാണ്. മറ്റു 2 പേരും പക്ഷമുള്ളവരല്ല. ഞാൻ ചോദിക്കുന്നു, ആരാണ് ജനാധിപത്യത്തെ നാടിൻ്റെ താല്പര്യങ്ങൾ കണക്കെടുത്ത് ആനുകാലിക പ്രശ്നങ്ങളെ വിലയിരുത്തി വോട്ട് ചെയ്യാനുള്ള അവകാശം വിദ്യാസമ്പന്നരുടെ സംസ്ഥാനങ്ങൾക്കാണോ പശുബലത്തിനാണോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉത്തരം നൽകാൻ ഞാൻ മുതിരുന്നില്ല. ഞാൻ ഇരിക്കുന്ന ഗവർണർ കസേരയിലായതുകൊണ്ട്. നമ്മൾ ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കണ്ടേ? തലമുറകൾ പഠിക്കണ്ടേ? എൻ്റെ പുസ്തകത്തിലെ ഒരു അധ്യായം 34,000 ആളുകൾ ഷാ കമ്മീഷൻ റിപ്പോർട്ടാണ്. തുർക്കുമാൻ ഗേറ്റ് ഫയറിംഗ് ആൻഡ് അതർ ഇൻസിഡന്റ്. തുർക്കുമാൻ ഗേറ്റിലെ നശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല, നിർബന്ധിത വന്ധ്യീകരണത്തിന് വേണ്ടി മുസാഫർപൂരിലും തുർക്കുമാൻ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇതൊക്കെ അറിയാമല്ലോ. അവരെ നോക്കി കൊണ്ടുപോയി അവരുടെ വസ്ത്രം മാറ്റി നോക്കുമ്പോൾ അറിയാം ഏത് മതമാണ്. അവർ നിർബന്ധിത വന്ധ്യീകരണം നടത്തി എന്നുള്ളത് ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്, തെളിവാണ്. നോട്ട് ഒപ്പീനിയൻ ഓഫ് ശ്രീധരൻപിള്ള. ഇതൊക്കെ പഠിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും മൗനികളാകുമ്പോൾ ഇതൊക്കെ നെഞ്ചിലേറ്റേണ്ടവർ വൈകാരികമായി കാണേണ്ടതാണോ ഈ പ്രശ്നത്തെ? തുർക്കുമാൻ ഗേറ്റ് ഫയറിങ്ങിൽ 30 ലക്ഷം ആളുകളെയാണ് നിർബന്ധിതമായ വന്ധ്യീകരണത്തിൽ ചെയ്തത്. അവരുടെ ഭൂരിപക്ഷം ആരായിരുന്നുള്ള കാര്യത്തിന് തുർക്കുമാൻ ഗേറ്റും മുസാഫർപൂരും ആയതുകൊണ്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. കേരളത്തിൽ അതിൻ്റെയൊക്കെ പ്രാതിനിധ്യം അവകാശപ്പെടുന്നവരാണ് മലബാറിലുള്ളവർ. അന്ന് ഈ ഏകാധിപത്യത്തെ അരിയിട്ട് വാഴ്ത്താൻ വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ പൗരബോധത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളത് ആനുകാലിക സമൂഹം ചിന്തിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. PK വാസുദേവൻ നായരുടെ അഭിപ്രായം ഞാൻ പറയാം. ഇത് മാതൃഭൂമിയിൽ അന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അവരുടെ അനുമതിയോടുകൂടി ഞാൻ എൻ്റെ പുസ്തകത്തിൽ ചേർത്തതാണ്. CPM സമരം നടത്താതെ പിന്മാറി നിന്നതിൻ്റെ പേരിൽ 78 ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഈ തെറ്റ് തിരുത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു എന്ന് പറഞ്ഞ ആളോട്, കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു, സമരം ചെയ്തു, ആദ്യം സമരം ചെയ്തിട്ടുണ്ട്. 117 പേര് വിസ തടവുകാരായി കിടന്നിട്ടുണ്ട്. മത്സരം തല്ലിക്കോട്ടറിയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ, ഇപ്പം ജീവിച്ചിരിപ്പില്ല, CPMൻ്റെ വിസ തടവുകാരായി കിടന്ന ഒരു അഭിഭാഷകൻ, പിന്നെ അദ്ദേഹം DCCയുടെ സെക്രട്ടറിയായി, മാപ്പെഴുതി കൊടുത്ത് വിസയിൽ തിരിച്ചു വന്നവരാണ്. ബാക്കിയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാരും മാപ്പെഴുതി കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ അവരെ അപമാനിക്കുന്നില്ല. പക്ഷേ
ഈ തെറ്റ് തിരുത്തിയത് ജലന്ധർ പാർട്ടി കോൺഗ്രസ്സിലാണ്. അപ്പോൾ ജലന്ധർ പാർട്ടി കോൺഗ്രസ് എന്നാണ് നടന്നതെന്നറിയാമോ? 78 ജനുവരിയിൽ മറ്റുള്ളവർ സമരം ചെയ്ത് എല്ലാം നേടിയെടുത്തപ്പോൾ. അതുപോലെ പി കെ വാസവൻ പറയുന്നു, അടിയന്തരാവസ്ഥ അക്കാലം സ്വാഗതം ചെയ്ത പാർട്ടിയാണ് ഞങ്ങളുടേത്, അത് ശരിയായ ഒന്നല്ലെന്ന് പിന്നീട് 78 പഞ്ചാബിലെ പട്ടിണ്ടയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്തു. രണ്ടു കൂട്ടർ തിരുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ജനങ്ങളെ തെറ്റിപ്പിക്കരുത്, കബളിപ്പിക്കരുത് എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. തീർച്ചയായും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ജനാധിപത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇന്നും ലോകത്തിലെ സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്നു 77 ശേഷം ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. വാഷിങ്ടൺ പോസ്റ്റ് എഴുതി ഇന്ത്യയിലെ ജനങ്ങൾ കാടിനെ സ്നേഹിക്കുന്നവരും പാമ്പിനെ കൊണ്ടു നടക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെയാണെന്ന് എത്തിയ ആളുകൾ. ആ ആളുകൾ അങ്ങനെയല്ല, ലോകത്തെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളവരാണെന്ന് 77 തെളിയിച്ചു എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോർജ് ഫെർണാണ്ടസ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ജോർജ് ഫെർണാണ്ടസിന് പത്നി കൊടുത്ത ജാക്കറ്റാണ് അതെന്ന് ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ എന്നോട് പറയുകയുണ്ടായി. അണ്ടർഗ്രൗണ്ട് വർക്കിലും താമസിച്ച വീട് കോഴിക്കോടുണ്ട്. രണ്ട് ധാരകളുണ്ടായിരുന്നു. ആ 2 ധാരകളിൽ ഒന്ന് ഗാന്ധിയൻ മോഡൽ സമരം പോകണം, മറ്റൊന്ന് ഈ ഏകാധിപതിയോട് പൊരുതാൻ ജനാധിപത്യത്തിൻ്റെ മാർഗമല്ല, ഗാന്ധിയൻ മാർഗമല്ല ശരിയെന്ന് പറഞ്ഞ് ബറോഡ ഡൈനാമിക് കേസും നമ്മുടെ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമം നടന്നു. ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല. ഇത്തരം ആളുകളുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സ്നേഹലത റെഡ്ഡി അന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിയായി അവാർഡ് കിട്ടിയവർ കർണാടകത്തിൽ ജയിലിൽ കിടന്ന് മരിച്ചു. ഫെർണാണ്ടസിൻ്റെ സഹോദരൻ ലോകം കണ്ട ഏറ്റവും കൂടുതൽ യാതനയും സഹിച്ച് മർദ്ദനം കൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ പോയ ഫെർണാണ്ടസിൻ്റെ സഹോദരനെ ഞാൻ ഓർക്കുന്നു. മാർത്തോമ സഭയെ ഞാൻ ഓർക്കുന്നു. 8000 പേരെ ഈ സിസ്റ്റം മാറ്റുന്നതിന് വേണ്ടി പൊരുതും, അടികൊള്ളും, ജയിലിൽ കിടക്കും, മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലേക്ക് വിട്ട രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതിനെ ഞാൻ ഓർക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ സമരത്തിൽ പോകേണ്ട പറയുന്നത്, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ജീവിതം പോവാണ്. എപ്പോഴും വന്ന് വയലൻസാണ്. ഇത് മാറ്റാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ്, നമ്മൾ പൊരുതണം. പക്ഷേ ഗാന്ധിയൻ മോഡൽ സമരം മാത്രമേ പാടുള്ളൂ. പൊതിരെ തല്ലിയാൽ, അന്ന് പോയ സമരത്തിൽ പോയവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അപ്പുകുട്ടിയൊക്കെ ഇല്ലേ, ഒരു തോർത്ത് തരും. അടി കൊണ്ട് തല പൊട്ടിയാൽ കെട്ടാൻ ഒരു തോർത്ത് തരും. ഗാന്ധിജിയുടെ ബാഡ്ജ്. എന്നിട്ട് ഫാസിസ്റ്റുകളാണ് പറയുന്നത്. എൻ്റെ ഈ പുസ്തകത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പറയാം. ഇതിൽ അന്നത്തെ മുദ്രാവാക്യങ്ങൾ, MP മൻമോഹൻ സാർ എഴുതിയ മുദ്രാവാക്യങ്ങൾ ഞാൻ തേടിപ്പിടിച്ച് അക്കാലത്ത് എൻ്റെ ഡയറിയിൽ വെച്ചിരുന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മൻമോഹൻ സാറിനെ പോലെ ധാർമ്മികതയുടെ ഏറ്റവും വലിയ പ്രതീകം അഹിംസ തന്നോട് പടവാളേന്തി അടിമച്ചങ്ങളെ തച്ചു തകർക്കാൻ ഗാന്ധിജി കാട്ടിയ വഴിയെ ഞങ്ങൾ അടിപതറാതെ മുന്നേറും. 1000 ഈ നാട്ടിൽ ലാത്തികളേറ്റും ജയിൽ പാർത്തും മുദ്രാവാക്യമാണ്. തോക്കിന് മുമ്പിൽ പെരുമാറ് കാട്ടിയും നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം, ഭാരതജനനിക്കെല്ലാമേകിയ പാവനമായ സ്വാതന്ത്ര്യം ആരുടെ മുമ്പിലും അടയാറ വയ്ക്കാൻ മോഹിക്കേണ്ട പറ്റിയില്ല. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചട്ടം നാടെല്ലാം നാട്ടിലിരുന്ന് പൊറുക്കേണ്ട, തുപ്പിപ്പോയാൽ DIR, തുമ്മൽ വന്നാൽ മിസയായി, മേനി നിമത്തയാൽ പിഴയായി, പേനയെടുത്താൽ ജയിലായി, നാവ് ചലിച്ചാൽ അടിയായി, സത്യം പറയാൻ ഭാവിച്ചാൽ പത്രക്കാർക്ക് വിലക്കായി, കൂട്ടം കൂടാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, കോടതി തന്നിൽ പോയിട്ടാർക്കും നീതി ലഭിക്കാൻ വഴിയില്ല. ഇതൊരു കാലഘട്ടത്തെപ്പറ്റി മൻമോഹൻ സാർ എഴുതിയിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, RSS 48 നിരോധിച്ചു, 75 നിരോധിച്ചു, 93 നിരോധിച്ചു. 3 ട്രൈബ്യൂണലുകളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി രക്ഷപ്പെട്ടവരാണ്. ഈ 3 ട്രൈബ്യൂണലുകളിലും അതിനുവേണ്ടി രൂപീകരിച്ചപ്പോൾ ഒരു തെളിവും കിട്ടിയില്ല, ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ആ പ്രസ്ഥാനമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യത്തെ എൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് പാലം തകർക്കുകയും കുറച്ച് വയലൻസ് കാണിക്കുകയും ചെറുപ്പത്തിൻ്റെ ആവേശമാണ്. പക്ഷേ അല്ല, ഹിംസയുടെ മാർഗമല്ല വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മാറ്റിയ, ഉത്തരേന്ത്യയിലെ ആളുകളെ മാറ്റിയത് ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പിലാണ്, ഓരോ വീട്ടിൽ പോയിട്ടാണ്. അന്നത്തെ കുരുക്ഷേത്രം അണ്ടർഗ്രൗണ്ടിൽ കിട്ടാത്ത ആളുകളുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. ഒരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞ ഇനി അദ്ദേഹം തിരൂരിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും മാനബിന്ദുവായ സാഹിത്യകാരൻ, അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ്സിൽ അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ കുരുക്ഷേത്രം അടിച്ചു തന്നത് ഓർമ്മയ്ക്ക് തുരുമ്പ് പിടിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ എത്ര ആളുകളെന്ന് സഹായിച്ചു. ഇതെല്ലാം നാടിന് വേണ്ടിയായിരുന്നു. ആ നാടിന് വേണ്ടിയുള്ള സമരത്തിലാണ് മിസ തടവുകാരനായി ഈ ജനാർദ്ദനം പോയി കിടന്നത്. 20-ാം മാസം ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമല്ലേ വിട്ടത്. ചരിത്രത്തിൻ്റെ ഇത്തരം ഗതിവിഗതികളെ പറ്റിയൊക്കെയുള്ള ആവേശമാണ് എന്നെ കൊണ്ട് ഇത്രയും 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 36 മിനിറ്റായി, 6 മിനിറ്റ് കൂടുതൽ എടുക്കാൻ നിർബന്ധിച്ചത്. എൻ്റെ ഈ പുസ്തകങ്ങൾ, ഈ മധുരൂമയുടെ ആണ് ഈ പുസ്തകം, ഇഷ്ടമുള്ളവർ വായിക്കാം. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് ഓർമ്മയുണ്ടാക്കാം. പുതിയ തലമുറയെ ബോധവൽക്കരിക്കാൻ BJPയോ കോൺഗ്രസ്സോ മാർക്സിസ്റ്റോ ആരുമാകട്ടെ, നമുക്കതിന് ശ്രമിക്കണം. ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ആ ജനങ്ങളാണ് വിധികർത്താക്കൾ. ഇന്ത്യൻ ഭരണങ്ങളുടെ അടിസ്ഥാനപരമായ സങ്കല്പം ഹു ഈസ് സുപ്രീം, പീപ്പിൾ ആർ സുപ്രീം. അതുകൊണ്ടാണ് 395-ാമത്തെ അനുച്ഛേദം എഴുതി വെച്ചപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ടുള്ള വകുപ്പിനെ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ റദ്ദ് ചെയ്തവരുടെ നാടായത്. നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം, പ്രധാനപ്പെട്ട നിയമം സ്വാതന്ത്ര്യം കിട്ടിയത് റദ്ദ് ചെയ്ത് പോയാൽ പിന്നുള്ള ആക്റ്റും റൂൾസും എല്ലാം അത് റിപ്പീൽ ചെയ്യപ്പെടും. പ്രസക്തിയില്ല. ആക്ട് പോയാൽ റൂൾസ് ഇല്ല, നോട്ടിഫിക്കേഷൻ ഇല്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ പൂർവികർ അത് നിഷ്കർഷിച്ചു. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരൻ്റെ ഔദാര്യമായി നിൽക്കുമായിരുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞ അവബോധമുള്ള ഒരു തലമുറയുടെ നാടാണ് നമ്മുടേത്. അവിടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ദുഃഖം, വക്കം അബ്ദുൽ ഖാദർ, എനിക്കറിയില്ല, നമ്മുടെ ഷഹീദ് അദ്ദേഹത്തെ തൂക്കിലേറ്റല്ലോ, തൂക്കിലേറ്റതാണ് ആണോ? അതെ, ആ മദ്രാസ് സെൻട്രൽ ജയിലിൽ അന്നത്തെ മലബാറിൻ്റെ ഭാഗമാണ്, അന്നത്തെ ഭാഗമാണ്. ഞാൻ ഈ പ്രാവശ്യം പരിപാടിക്ക് പോയപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. വക്കം അബ്ദുൽ ഖാദർ തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ കരഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് എഴുതിയ കത്ത് ഇപ്രാവശ്യം ഞാനവിടെ പോയപ്പം 12 കൊല്ലമായുള്ളൂ മലയാളികൾ ഓർക്കാൻ തുടങ്ങിയിട്ട്. അയ്യന്നെ ഞാൻ പോകുമ്പോൾ പാടിയത് ഭാരതമാതാ കീ ചെയ്യുന്ന അമ്മയ്ക്ക് എഴുതിയ കത്തിലാണാണ് എഴുതിയിട്ടുള്ളത്. ചോദിച്ചു നോക്കിക്കോളൂ. ഞാൻ ഇപ്രാവശ്യം 3 ആഴ്ച മുമ്പ് അവിടെ പോയി ആ പരിപാടി പങ്കെടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കും ഇതിനെപ്പറ്റി വലിയ ബോധമില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 12 പേരെ തൂക്കിലേറ്റാനുണ്ട്. ഒരു ഹിന്ദു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുമുണ്ട്. ഞങ്ങൾ 2 പേരെയും ഒന്നിച്ച് തൂക്കിലേറ്റണം. ഇതാണ് അദ്ദേഹം അന്തിമ അഭിലാഷമായി പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞങ്ങൾ 2 പേരും ഹിന്ദു മുസ്ലിം ഐക്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് അനിവാര്യമായതുകൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞ് തൂക്കിലേറ്റിയ 12 കൊല്ലമായിട്ട് MM ഹസനും എല്ലാം കൂടെ ആഘോഷിക്കുന്നുണ്ട്. എന്തേ മലയാളിക്ക് പറ്റി? ഹിന്ദു ജയ് ഹിന്ദ് ഈ മുദ്രാവാക്യമാരുടേത് എപ്പോഴും നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഏറ്റവും കൂടുതൽ മുടക്കിയ മുദ്രാവാക്യമല്ലേ അത്? എവിടുന്ന് കിട്ടിയതാ? ചെമ്പക രാമൻപിള്ള
തിരുവനന്തപുരത്തെ സ്വാതന്ത്ര്യ സമര സേനാനി കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ഉന്നയിച്ചത്, അദ്ദേഹത്തിൻ്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ, ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ നേതാജിയോട് പറഞ്ഞ്, നേതാജി അങ്ങനെയാണ് ജയ് ഹിന്ദ് എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അനാവശ്യമായി കേരളത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരായാലും അത് ശരിയല്ല. ഭാരതമാതാ കീ ജയ് എന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞവർ. അപ്പം അതൊക്കെ വിവാദങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള വിശാലമായ കാഴ്ചപ്പാടിലേക്ക് രാജ്യം എത്തിച്ചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഇവിടെ വെച്ചല്ല, കാരണം തിരുവനന്തപുരം ഒരു വലിയ മെയിൻ ക്യാപിറ്റലാണ്, എല്ലാ പത്രക്കാരും ഉണ്ടാകും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് എൻ്റെ ഈ 2 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 24-ാം തീയതി 11 മണിക്ക് വരുമല്ലേ, ഇങ്ങോട്ടൊക്കെ വരില്ലേ, ഇറക്കാൻ പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ജയ് കേരള.